ഹലോ, ഇതെന്ന് പറയുന്നത് ഒരു പർച്ചേസ് വീഡിയോ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് തിരിച്ച് ദുബായിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈരാറ്റുപേട്ട ടൗണിലും അതുപോലെ തന്നെ മാർക്കറ്റിലും ഒക്കെ ഇറങ്ങേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒരു പർച്ചേസാണ് ഇന്ന്. വേറെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ബ്രദർ ഇല്ല, അവൻ സൗദിയിലാണ്. പിന്നെ എന്ന് പറയുന്നത് ഈ പ്രാവശ്യം എത്തിയിട്ടില്ല. കാര്യം വെച്ചാൽ ഞാനും മക്കളുമാണ് ദുബായിൽ നിന്ന് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ ഫാദർ എന്ന് പറയുന്നത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത്തച്ചീനെയും ഞാൻ വിളിച്ചില്ല. കാര്യം വെച്ചാൽ ഞാനിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങുമ്പോഴത്തേനും എന്നെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് ആക്റ്റീവായിട്ട് നിന്നതാണ്. പക്ഷെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാം. കുഞ്ഞുങ്ങളുമായിട്ട് ഇറങ്ങുന്ന കാര്യങ്ങൾക്കെല്ലാം അത്തച്ചീനെ ഡിപ്പെൻഡ് ചെയ്യാം. അല്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് അത്തച്ചീനെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ ഒറ്റയ്ക്ക് ചെയ്യാം. പിന്നെ എനിക്കിഷ്ടമാണ്, എനിക്കിങ്ങനെയൊക്കെ കാര്യങ്ങൾ കടകളിൽ കയറി ഇറങ്ങുന്നതും ഓരോ ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നതും പർച്ചേസ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫേവറേറ്റ് കടയാണ് മിഠായി കട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്നാക്ക് ഷോപ്പാണ് ഈരാറ്റുപേട്ടയിൽ മാർക്കറ്റ് റോഡിലുള്ള ഒരു സ്നാക്സ് ഷോപ്പിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഷോപ്പിൻ്റെ ഉള്ളാണ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ, ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും തന്നെയുണ്ട്. എരിവുള്ളതും മധുരമുള്ളതും നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും വേണ്ട ക്വാണ്ടിറ്റിയിൽ വേണ്ട റേറ്റിൽ അവർ നമുക്ക് റീറ്റെയിലായിട്ട് തരും. ഹോൾസെയിലായിട്ടും ഇവിടെ നിന്ന് ആൾക്കാർ എടുക്കാറുണ്ട്, റീറ്റെയിലായിട്ടും നമുക്ക് എടുക്കാം. എനിക്ക് എന്താണേലും എല്ലാം ഒരു ½ kg 1 kg ഒപ്പിച്ച് എല്ലാം കുറച്ച് കുറച്ച് മതി. ക്വാണ്ടിറ്റി വൈസ് ഞാൻ ലിസ്റ്റൊക്കെ എഴുതിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ആ ലിസ്റ്റൊക്കെ നോക്കി ഞാൻ ഇന്ന് ഈരാറ്റുപേട്ടയ്ക്ക് ഇറങ്ങിയ ഒരു വലിയ പർച്ചേസാണ്. അപ്പോൾ ലിസ്റ്റൊന്നും എഴുതിയില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ട് ഞാൻ ഓരോ ഷോപ്പിലും കയറേണ്ടതും ഏത് ഷോപ്പിലാണ് കയറേണ്ടതെന്നും എന്തെന്ത് ഐറ്റംസാണ് വാങ്ങിക്കേണ്ടതെന്നും ഉള്ളത് ഒരു ലിസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. കാരണം എൻ്റെ അത്തച്ചി എന്ന് പറയുന്നത് എല്ലായിടത്തും കൊണ്ട് നടക്കാനായിട്ട്, അത്തച്ചിക്ക് ഒറ്റയ്ക്ക് നീ പോകണ്ട എല്ലായിടത്തും കൊണ്ടിറക്കാമെന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. പക്ഷെ എനിക്കങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടിക്കാനായിട്ട് അത്തച്ചിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങൾക്ക്, അതായത് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ട് അത്തച്ചിയുമായിട്ട് കാറും എടുത്ത് ഇറങ്ങാം. കുറച്ച് ലോങ് ഒക്കെ ആകുമ്പോഴത്തേനും എന്താണേലും അത്തച്ചിനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇത് ഈരാറ്റുപേട്ടയിലെ കുറച്ച് കാര്യങ്ങളെല്ലാം എന്താണേലും കുഞ്ഞുങ്ങളെ അമ്മച്ചി നോക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മച്ചി പിള്ളേരുമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ ഇരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്തു, കാര്യങ്ങളെല്ലാം ഇന്ന് ഒരു കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്താൽ, ഇന്ന് മാത്രമല്ല ഒരു 2-3 ദിവസം കൂടുതൽ ഈരാറ്റുപേട്ടയിൽ സ്പെൻഡ് ചെയ്താൽ നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കാം, അടുപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ഡീറ്റെയിൽഡായിട്ട് ഞാൻ വാങ്ങിക്കുന്ന ഐറ്റംസിനെ കുറിച്ച് സംസാരിക്കാത്തത് ഈ വീഡിയോയുടെ വീഡിയോ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ഞാൻ പർച്ചേസ് ചെയ്ത സ്നാക്സ് ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വലിയ കാര്യമായിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത സ്നാക്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാത്തത്. അപ്പോൾ എനിക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് അവരെനിക്ക് പാക്ക് ചെയ്ത് തന്നു. ഇപ്പോൾ അപ്പോൾ ബില്ലൊക്കെ പേ ചെയ്യുന്ന ഒരു ടൈമാണ്. ഞാൻ ക്വാണ്ടിറ്റി വൈസ് കുറച്ചേ എടുത്തിട്ടുള്ളൂ. പക്ഷേ നമ്പർ ഓഫ് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് പല ഐറ്റംസ് വേണം, പക്ഷേ കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ട, അങ്ങനെയാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, സാറാക്ക് സ്നാക്ക് ബോക്സൊക്കെ ഞാൻ റെഡിയാക്കുന്നുണ്ടല്ലോ. അപ്പോൾ മോളുടെ അവിടെ ദുബായിൽ എത്തിയതിന് ശേഷം മോൾക്ക് സ്കൂളിൽ സ്നാക്ക് ബോക്സിൽ വെച്ച് വിടാനും, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈവനിങ് ടീ ടൈമിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസും എല്ലാം കൂടി ഞാൻ ഈ സ്നാക്സിൽ ഷുഗർ ആഡഡ് ഐറ്റംസ്, അതായത് മധുരം ചേർക്കുന്ന ഒരു ഐറ്റംസ് പോലും ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ ഷുഗർ ഡയറ്റും കംപ്ലീറ്റ് ഷുഗർ ഡയറ്റ് അല്ല, നമ്മൾ മാക്സിമം മധുരവും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഡയറ്റിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗർ ആഡഡ് ഐറ്റംസ് ഒന്നും അധികം ഈ സ്നാക്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ ഓട്ടോ ഒക്കെ വിളിച്ചിട്ടുള്ള നിപ്പാണ്. കാരണം നമുക്കറിയാവുന്ന ഒരു ഇക്ക ഉണ്ട്. അപ്പോൾ ഇക്കാനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുവിടുകയും വിളിച്ചുകൊണ്ട് വരികയും എല്ലാം ചെയ്യും. ജസ്റ്റ് ഒന്ന് ഫോൺ കോൾ ചെയ്താൽ മതി. അപ്പോൾ എന്താണേലും ഇന്ന് ഞാൻ ഇറങ്ങിയ ദിവസം ഭയങ്കര ചൂടും വെയിലും പിടിച്ച ഒരു ദിവസമാണ്, മഴയില്ല. അപ്പം ഒരു
ഷോപ്പിൽ നിന്ന് വേറൊരു ഷോപ്പിലൊക്കെ ഞാൻ നടക്കുന്നുണ്ട്, വല്ലാണ്ട് ടയേർഡായി. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഹോൾസെയിലായിട്ട് കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ തേങ്ങായും എണ്ണയും തേങ്ങയും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലേക്ക് പോയി. അവിടെ നിന്നും വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ച് അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ, നല്ല ഫ്രഷ് കോക്കനട്ട് ഓയിൽ കിട്ടും. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മക്കൾക്കൊക്കെ ദേഹത്ത് ബോഡിയിലൊക്കെ തൂത്ത് കൊടുക്കാനും തേച്ച് കൊടുക്കാനും ഒക്കെ നല്ല നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി മായം ചേർക്കാത്ത അടിപൊളി വെളിച്ചെണ്ണയും കാര്യങ്ങളുമൊക്കെ അവിടെ നിന്നും വാങ്ങിച്ചു. അവിടുത്തെ പർച്ചേസും കഴിഞ്ഞു. അതിന് ശേഷം ഞാനിതാ ജസ്റ്റ് മുണ്ടമറ്റം, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബേക്കറിയാണ്, നമ്മൾ മുണ്ടമറ്റത്ത് കയറി. അപ്പോൾ സാറ 1-2 ഐറ്റംസ് എന്നോട് ലിസ്റ്റ് തന്നിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ചു. എല്ലാം വാങ്ങിച്ചതിന് ശേഷം എല്ലാ പർച്ചേസും കഴിഞ്ഞു. ഒരു 4-5 മണിക്കൂറത്തെ ഈരാറ്റുപേട്ട കറക്കത്തിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഐറ്റംസ് എല്ലാം പെറുക്കി കെട്ടി വീട്ടിലേക്ക് പോവാണ്. കാര്യം എന്താ വെച്ചാൽ ശരിക്കും മടുത്തു എന്ന് പറഞ്ഞാൽ നല്ല ചൂടും വെയിലും എല്ലാം ഉള്ള ഒരു ദിവസമായിരുന്നു. പിന്നെ മെൻ്റലി ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം പർച്ചേസ് ചെയ്തു, എല്ലാം നോക്കി നിന്ന് പ്രൈസും കാര്യങ്ങളും എല്ലാം നോക്കി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാം നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് പർച്ചേസ് ചെയ്തു. അപ്പം നമ്മൾ പൈസ കൈകാര്യം ചെയ്യുമ്പോഴത്തേനാണല്ലോ, ഇപ്പോൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പൈസയുടെ വിശേഷമൊന്നും അറിയുന്നില്ല, വാങ്ങിക്കുന്നു കൊടുക്കുന്നു. പക്ഷെ നമ്മൾ പൈസ കൈകാര്യം ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും, റേറ്റിൻ്റെ കാര്യമൊക്കെ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹോം ടൗണ്, നമ്മുടെ വീടെന്ന് പറയുന്നത് നടയ്ക്കലാണ്. അപ്പോൾ ഇതാ നടയ്ക്കലെത്തി. വാഗമൺ റൂട്ടാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ എന്താ പറയുക, ഈ റൂട്ട് നേരെ പോകുമ്പോഴത്തേനും വാഗമൺ റൂട്ടാണ്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള, വാഗമൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഓൾമോസ്റ്റ് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണല്ലോ. എനിക്ക് വാഗമണ്ണിൽ പോകണമെന്നും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സിറ്റുവേഷൻ, അപ്പോൾ ഇല്ലാതെ വന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടൊന്ന് വാഗമണ്ണ് പോകണമെന്നും എൻ്റെ വ്യൂവേഴ്സിനെ വാഗമണ്ണിലെ വീഡിയോസും ഷോർട്സും ഒക്കെ കാണിക്കണമെന്നും എല്ലാം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 2-3 ഡേയ്സിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള പോക്കറ്റ് റോഡ് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉണ്ട്. എല്ലാം കൊണ്ടുപോകാനായിട്ടുള്ള പാക്ക് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ തന്നെയാണ്. അപ്പോൾ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചു. അപ്പോൾ ഈ ഒരു ഡേയിൽ പർച്ചേസ് ചെയ്യുന്നതല്ലാതെ നെക്സ്റ്റ് ഡേയിലൊക്കെ ഇതുപോലെ പർച്ചേസിന് ഇറങ്ങുന്നുണ്ട്. കുറച്ചായിട്ട് പല ഡേയ്സിലാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീടെത്തിയതിന് ശേഷം ഇതൊക്കെ നമ്മുടെ എന്താ പറയുക, 3 വീടുകളാണ് ഒരു കോമ്പൗണ്ടിനുള്ളിൽ. നമ്മുടെ അത്തച്ചിയുടെ ജ്യേഷ്ഠൻ അനിയന്മാരുടെ വീടും, എൻ്റെ അത്തച്ചിയാണ് ഏറ്റവും മൂത്തയാൾ. അപ്പോൾ 2 അനിയന്മാരുടെ വീടും നമ്മുടെ വീടും, 3 വീടാണ്. 3 വീടും ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതിന് ശേഷം ഞാൻ വീട്ടിലെത്തി, ഫ്രഷായി, ചോറൊക്കെ ഉണ്ട്, ഒന്ന് റിലാക്സ് ആയതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു, ഈവനിങ് ടൈമൊക്കെ ആയി. അപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്ത സ്നാക്സും കൂടെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചേച്ച് ഈ വീഡിയോ എൻഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ സാറയുടെ സ്നാക്ക് ബോക്സ് കാര്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഒരു ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ഒരു ബിസ്ക്കറ്റാണ്. അതായത് സാൾട്ടഡ് ചില്ലിയൊക്കെ ചേർത്തിട്ടുള്ള, അതായത് മുളക് പൊടി, ചില്ലി പൗഡർ, മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കാഷ്യൂനട്ട് ഷേപ്പിലുള്ള ഒരു ബിസ്ക്കറ്റാണ് ആദ്യത്തേത്. പിന്നത്തെന്ന് പറയുന്നത് ഞാൻ കഴിച്ചു നോക്കി, അടിപൊളിയായിട്ടുള്ള സൂപ്പർ ക്വാളിറ്റി മിക്സറാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത്, ഇതും സാറയുടെ സ്കൂൾ പർപ്പസിന് വേണ്ടി വാങ്ങിച്ചതാണ്, ആൽഫബറ്റ്സിൻ്റെ ബിസ്ക്കറ്റ്. ഇതൊക്കെയെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് സ്നാക്ക് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് വിടാനായിട്ട് വളരെ യൂസ്ഫുൾ ആണല്ലോ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടെ പോയിട്ട് ഈവനിങ് ടീ ടൈം പർപ്പസിന് വേണ്ടിയിട്ടും സാറയുടെ സ്നാക്ക് ബോക്സിൽ വെച്ച് വിടാൻ വേണ്ടിയിട്ടും ആണ് മെയിനായിട്ട് ഞാൻ വാങ്ങിച്ച സ്നാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെയെന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ബനാന ചിപ്സാണ്. ഇതെന്ന് പറയുന്നത് ഇക്കാടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേനും ബനാന ചിപ്സൊക്കെ മസ്റ്റാണ്, ഒഴിച്ചുകൂടാത്ത ഐറ്റംസാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് അവിടെ കണ്ടുകൊണ്ട് വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ചിക്കനാണോ ബീഫാണോ, അപ്പോൾ അത് ഡ്രൈ ആയിട്ട്, അതുപോലെ തന്നെ എന്തോ പൊരിച്ചു കോരി സമൂസ ലൈക്ക് ഒരു സംഭവമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് കുറേ ഡേയ്സ് സ്റ്റോർ ചെയ്തിരുന്നോളും. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ടീ റസ്ക്കാണ്. നട്ട്സും കാര്യങ്ങളും ഒന്നും ഈ ടീ റസ്കിലില്ല, പ്ലെയിൻ ആയിട്ടുള്ള ടീ റസ്ക്. ഇതും നമുക്ക് ഈവനിങ് ടീ ടൈമിലൊക്കെ എടുക്കാൻ പറ്റിയ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള
സ്നാക്കാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ പല പല ഐറ്റംസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് എന്നാൽ നമ്പർ ഓഫ് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് കുറച്ച് ചക്ക വറുത്തതാണ്. ചക്ക സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ വളരെ കുറച്ച് എക്സ്പെൻസീവാണ് ചക്ക വറുത്തതെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് സ്നാക്സ് ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത എൻ്റെ സ്നാക്സ് ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോസും കാര്യങ്ങളുമൊക്കെ കാണുക. ഞാൻ എന്താണേലും ഒരു 2-3 ഡേയ്സിൽ തിരിച്ചു പോകും. തിരിച്ചു പോയി കഴിഞ്ഞാൽ ബാക്ക് ടു ദുബായ് വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നാട്ടിൽ ഒരു 10 ഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഇതെൻ്റെ അമ്മച്ചിയുടെ ചെടികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അമ്മച്ചിയുടെ ചെടികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു പ്ലാൻ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ മോള് എല്ലാം കവറിലൊക്കെ ഇട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.